പേടിപ്പിച്ച് ചാടിച്ചോ എന്ന ചോദ്യത്തിന് അതിനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സാഹചര്യം എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്? ഈ 2020 എന്ന പാർട്ടി ഒരു സമാന്തര സർക്കാരായി അല്ലെങ്കിൽ ഇവിടെ നിലവിലുള്ള ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമാന്തരമായ ഒരു ഭരണ സംവിധാനമായി മാറുകയായിരുന്നു. ഈ പറഞ്ഞ സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ഒരു മോഡൽ എന്ന് തോന്നിക്കാവുന്ന രീതിയിൽ അത് വന്നു. പക്ഷേ ഇത് സൗജന്യം എന്നൊക്കെ പറഞ്ഞാൽ ₹1 എന്നൊക്കെ പറഞ്ഞാൽ സാധനങ്ങൾ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ വലിയ രീതിയിൽ ആളുകളെ തന്നെ അടുപ്പിക്കുന്നു. ആളുകൾക്ക് വലിയ ബഹുമാനവും ഇങ്ങനെയൊരു സംവിധാനത്തോടുള്ള പ്രതീക്ഷയും നൽകി. കാരണം അവിടെ ആ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാവപ്പെട്ട സ്ത്രീകൾ കുറേ പേര് ഇവരുടെ ജീവനക്കാരായി വരുന്നുണ്ട്. അവർക്കൊക്കെ 25,000 മുതൽ വരെ ശമ്പളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശമ്പളം കിട്ടുന്നവർ കൂടിയാണ് ഇതിന്റെ ഭാഗമായി നിൽക്കുന്നത്. ഈ സംവിധാനത്തിൽ 2020യുടെ ഭാഗമായി നിൽക്കുക. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം, അതിൽ സ്ത്രീകളടക്കം ഉള്ളവരുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കൊരു ജീവിക്കാൻ അവരുടെ ജീവിത നിലവാരം ഉയർത്തിയ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്നിരുന്നത്. ഇത് ഈ പറയുന്ന കിഴക്കമ്പലം കുന്നത്തുനാട് ബേസ് ചെയ്ത് വന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം നോക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കൂടി നമ്മൾ പരിശോധിച്ചു പോകേണ്ടതുണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി പ്രദേശമാണ്. അത് യാക്കോബായ സഭയുടെ ആസ്ഥാനമുള്ള പുത്തൻകുരിശൊക്കെയുള്ള പ്രദേശം. യാക്കോബായ സഭാകാരൻ തന്നെയാണ് ഈ സാബു ജേക്കബ്. അതുകൊണ്ട് തന്നെ ഈ സഭയിലേക്കും ഒരു സ്വാധീനം ചെലുത്താൻ ഈ തരത്തിൽ 2020 ആയിട്ടുണ്ട്. അതാണ് ഇതുവരെയുള്ള ആ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ളത്. പിന്നെയുള്ളത് കുറച്ച് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് മുസ്ലിം വിഭാഗങ്ങളും ചില മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെയും സ്വാധീനിക്കാൻ ഒരു ഘട്ടം വരെയും 2020 കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു UDF പ്രദേശമായിരുന്നു. UDF പ്രദേശത്ത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രദേശമായിരുന്നു. കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകളാണ് പൂർണ്ണമായും 2020യിലേക്ക് പോവുകയും വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF ഒന്നാമത് വരുന്നു, 2020 രണ്ടാമത്, മൂന്നാമത് LDF വരുന്നുള്ളൂ. ഇതാണ് അവിടുത്തെ ഒരു നില.